ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ജിടി. ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ഫോൺ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പെക്ക് തരുന്ന കമ്പനി ഏതാണോ അവരാണ് മാർക്കറ്റിൽ ഒന്നാമതെത്താൻ ചാൻസ് കൂടുതൽ. നമ്മുടെ റിയൽമി, റെഡ്മി പോലുള്ള കമ്പനികൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഗൈസ്, ഈ ഒരു കാറ്റഗറിയിലേക്ക് അധികം ആരും ശ്രദ്ധിക്കാതെ കടന്നു വന്ന ഒരു കമ്പനിയാണ് ടെക്നോ. ഇപ്പോ ടെക്നോ അവരുടെ പുതിയ മോഡലുകൾ ഫെബ്രുവരി മാസം ലോഞ്ച് ചെയ്യുകയാണ്. ടെക്നോ സ്പാർക്ക് 2020 പ്രോ, 20 പ്രോ പ്ലസ് എന്നീ 3 മോഡലുകളാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് 20നെ കുറിച്ചാണ്. 10,000 രൂപ താഴെയാണ് ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. കമ്പനി പറയുന്നത് അൺകോംപ്രമൈസ്ഡ് ഫീച്ചർ റിച്ച് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഗൈസ്, ഈ ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ചിന്റെ ഒരു HD പ്ലസ് ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റും ഇതിന് സപ്പോർട്ട് ആവുന്നുണ്ട്. ഒരു ഫുൾ HD ഡിസ്പ്ലേ കൊടുക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു, പക്ഷെ കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD പ്ലസ് ആണ് സാധാരണഗതിയിൽ വരുന്നത്. ഗൈസ്, ഇതിൽ വരുന്നത് മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം ഗെയിമിംഗും നമുക്ക് ഇത് കളിക്കാൻ പറ്റും. റാം വരുന്നത് 4GB വേരിയന്റും 8GB വേരിയന്റും ആണ്. നമ്മളൊരു ഗെയിമിംഗ് ഒക്കെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 8GB വേരിയന്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഇന്റേണൽ മെമ്മറി 128 ആണ് ബേസ് വേരിയന്റ് വരുന്നത്. 250 വരെയുള്ള മെമ്മറി വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് SD കാർഡ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് 1TB വരെ SD കാർഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നോക്കിയപ്പം ഈ ഫോണിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ക്യാമറയാണ്. 50 MB ഒരു ഡുവൽ ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. ഡുവൽ ക്യാം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്യാം മാത്രം നമുക്ക് പ്രൈവറ്റ് എടുത്താൽ മതി, സെക്കൻഡ് ക്യാം അറിയാമല്ലോ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 2K വീഡിയോ 30 FPS എടുക്കാൻ പറ്റുന്നതാണ്. ഈ പ്രൈസിലെ മറ്റ് ഫോണുകളിൽ നിന്നും ഇതിനെ വേറിട്ട് നിൽക്കുന്നത് ഇതിന്റെ സെൽഫി ക്യാമറയാണ്. സാധാരണഗതിയിൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ 6 MB, 8 MB അല്ലെങ്കിൽ മാക്സിമം പോയാൽ 16 MB ക്യാമറ വരെയാണ് കൊടുക്കാറുള്ളത്. അപ്പം ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാം 32 MB ആണ്. അതായത് അത്യാവശ്യം നല്ലൊരു പിക്ക്, നമുക്ക് നല്ല രീതിയിൽ സെൽഫി എടുക്കാമെന്നാണ് അതിനകത്ത് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫോണിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ സ്പീക്കേഴ്സ് ആണ്. ഇതിൽ വരുന്നത് ഡുവൽ DTS സ്പീക്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂവീസ്, വീഡിയോസ്, മ്യൂസിക് ഒക്കെ കാണാൻ ഫോണിന്റെ സ്പീക്കേഴ്സും തന്നെ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതിന്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഐഫോണിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. അതുപോലെ തന്നെ ഐഫോണിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള മറ്റൊരു സ്പെഷ്യൽ ഫീച്ചർ ഇതിനകത്തുണ്ട്. ഐഫോണിൽ അത് ഡൈനാമിക് ഐലൻഡ് ആണെങ്കിൽ ഇവിടെ അത് ഡൈനാമിക് പോർട്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ബാറ്ററി വരുന്നത് 5000 mAh ഒരു വലിയ ബാറ്ററി തന്നെയാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് കൊടുക്കാറില്ല, പക്ഷെ ഇതിന് 18 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോണ് 4 കളർ വേരിയൻസ് ആണ് ഉള്ളത്. ഒന്ന് ഗ്രാവിറ്റി ബ്ലാക്ക്, നിയോൺ ഗോൾഡ്, സൈബർ വൈറ്റ്, മാജിക് സ്കിൻ ബ്ലൂ. ഗൈസ്, ഈ ഫോണെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ കമ്പനി പറയുന്ന പോലെ അത്ര അൺകോംപ്രമൈസ്ഡ് ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് 10,000 രൂപയിൽ താഴെ എടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഇത്. നിങ്ങളുടെ കയ്യിൽ ഒരു ടൈറ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ, അതായത് 10 രൂപ താഴെ എടുക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ അത്യാവശ്യം പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഈ ഫോണിന്റെ സെയില് എനിക്ക് തോന്നുന്നത് ലോഞ്ച് ചെയ്തത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ഫെബ്രുവരി 2-ാം തീയതിയാണ് ഇത് ലോഞ്ച് ആവുന്നത്. അപ്പൊ ഗൈസ്, ഈ ഫോൺ 2-ാം തീയതി ലോഞ്ച് ആവുന്നതാണ്. അപ്പം ഈ ഫോൺ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു സ്പെക് വൈസ് റിവ്യൂ മാത്രമാണിത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.